ഓക്കെ, നമ്മൾ ഈ ഒരു സീരീസിലെ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ജെറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ, അതായത് ജെറ്റ് പാക്ക് ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. സോ നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സൗജന്യമായിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചിപ്മങ്ക് എന്ന് പറയുന്ന വെർഷനാണ്. നിങ്ങൾ ഈ വെർഷൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കാരണം ഇതിൽ പഴയ ഓൾഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്. ഞാനിവിടെ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒരു പുതിയ ഒരു പ്രോജക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കൗണ്ടർ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെംപ്ലേറ്റിൽ നിന്ന്, അതായത് ഫോൺ ആൻഡ് ടാബ്ലറ്റ് എന്നുള്ള സെക്ഷനിൽ വരിക. അതിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു എം ടി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഈ എം ടി ആക്ടിവിറ്റി ഞാൻ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ എൻ്റെ ആപ്ലിക്കേഷന് ഒരു നെയിം നൽകിയിട്ടുണ്ട്. മൈ കൗണ്ടർ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷന് ഞാൻ നെയിം നൽകി. അതുപോലെ തന്നെ പാക്കേജ് നെയിം നൽകിയിട്ടുണ്ട്, com.nikin.my counter app എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും നിങ്ങൾക്ക് വിൻഡോസിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡ്രൈവിലോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് Kotlin ആണ്. നമുക്ക് ജാവ ഓപ്ഷനും അവൈലബിൾ ആണ്. നമ്മളിവിടെ Kotlin ലാംഗ്വേജ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ Kotlinനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് Kotlinനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ മിനിമം SDK ആണ്. ഈ മിനിമം SDK 8.0 ഓറിയോ ആണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് അവസാനമായിട്ട് നമ്മളിനി ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, യൂസ് ലെഗസി ആൻഡ്രോയിഡ് സപ്പോർട്ട് ലൈബ്രറീസ്. അത് അൺചെക്ക് ചെയ്യുക. ഓക്കെ, ചെക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത് അൺചെക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലേഔട്ട്, അതായത് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലേഔട്ട് ഉണ്ട്. അതാണ് activity_main എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതിലൊരു ടെക്സ്റ്റ് വ്യൂ മാത്രമാണ് നമുക്ക് ഇനീഷ്യലി ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും, ഇവിടെ ഈ activity_main എന്ന് പറയുന്നതിൽ വന്നിട്ട് നമ്മൾ കമാൻഡ് B അല്ലെങ്കിൽ Ctrl+B പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ലേഔട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വ്യൂ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, നോർമൽ കേസിൽ നമ്മൾ ആക്ടിവിറ്റി മെയിൻ എന്ന് പറയുന്ന ഈ ഒരു XML ഫയൽ, അതായത് ഏത് XML ഫയലും ആയിക്കോട്ടെ, ആ ഒരു വ്യൂ അടങ്ങുന്ന XML ഫയലിൽ ഉള്ള ഒരു കമ്പോണൻറ്റിനെ, അല്ലാതെ ഒരു ബട്ടൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വ്യൂ ആയിരിക്കാം, ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിനെ റെഫർ ചെയ്യാം. നമ്മൾ അതിനായിട്ട് ഫൈൻഡ് വ്യൂ ബൈ ID എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക. അതെങ്ങനെയായിരിക്കും, ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട് അല്ലേ, അതായത് ഹലോ വേൾഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. ഇതിന് ഞാനൊരു ID നൽകുകയാണ്. ഞാൻ ID നൽകുന്നു, ഹലോ എന്ന് പറയുന്ന ഒരു ID ആണ് ഞാൻ നൽകുന്നത്. TXT ഹലോ എന്ന് നൽകുന്നു, TXT ഹലോ എന്ന് നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഒന്നും വരില്ല. കാരണം എന്താണ്, ഒരു ID ആണ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെയിം മാത്രമാണ് ID എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്കിവിടെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എവിടെ വരിക, ടെക്സ്റ്റിൻ്റെ ഏരിയയിൽ വരിക, എന്നിട്ട് അവിടെ വന്നിട്ട് ഹലോ ജാക്ക് എന്ന് നൽകുന്നു. ഓക്കെ, അപ്പോഴേക്കും അത് ചേഞ്ച് ആകുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഞാനിവിടെ നൽകിയ എന്താണ്, ID ആണ്, TXT ഹലോ എന്ന് പറയുന്ന ID ആണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. എന്തിനാണ്, എൻ്റെ മെയിൻ activity.kt ഫയലിലേക്ക് ഇതിനെ എനിക്ക് ആക്സസ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യുക, ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, വാൽ ടെക്സ്റ്റ് എന്ന് നൽകുന്നു. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID. അതിനുശേഷം ഞാൻ പറഞ്ഞു നൽകേണ്ടത്, ഈ ID ഞാൻ റെഫർ ചെയ്യുന്ന എന്താണോ ഐറ്റം, അതിൻ്റെ ടൈപ്പാണ് പറഞ്ഞു കൊടുക്കുക. ഞാനിവിടെ എന്താണ്, ഒരു ടെക്സ്റ്റ് വ്യൂ ആണ് റെഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഞാനിവിടെ പറഞ്ഞു നൽകുന്നു, ടെക്സ്റ്റ് വ്യൂ ആണ്. ഓക്കെ, ടെക്സ്റ്റ് വ്യൂ പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു, android.widget.textView എന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സംഗതി, അതായത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു പാക്കേജ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന, അതായത് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറയുമോ. ഒന്നെങ്കിൽ നിങ്ങളെ കഴ്സർ ഇതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിവിടെ ഇമ്പോർട്ട് ഓപ്ഷൻ കാണും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓൾട്ടും എൻ്ററും കൂടെ പ്രസ് ചെയ്യാം, അപ്പോഴേക്കും ഇത് ഇമ്പോർട്ട് വരും. ഓക്കെ, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എൻ്റെ ആ ഒരു ID, അതായത് ഈ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് വ്യൂവിൻ്റെ ID ആണ് പറഞ്ഞു നൽകേണ്ടത്. അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിനായിട്ട് നമ്മൾ R യൂസ് ചെയ്യുന്നു, R.id. എന്താണ്, TXT ഹലോ എന്ന് നൽകുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജാവ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും, എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനും എൻഡിൽ സെമിക്കോളൻ വേണം. Kotlinൽ ആ ഒരു പ്രശ്നമില്ല, ഇതിൻ്റെ അകത്ത് സെമിക്കോളൻ നമുക്ക് ആവശ്യമില്ല. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത് ചെയ്തു. ഇനി എന്താണ് ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് എനിക്ക് ചേഞ്ച് ചെയ്യണം. അതായത് ജസ്റ്റ് എൻ്റെ ആപ്പ് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ താഴെ ഒരു ബട്ടണും കൂടെ എടുത്തു വെക്കുന്നു. അതായത് ബട്ടൺ എടുക്കാനായിട്ട് ഇവിടെ വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താലും ബട്ടൺ കാണാൻ സാധിക്കും. ഞാനിവിടെ സെർച്ച് ചെയ്ത് കാണിക്കാം ബട്ടൺ. ഈ ബട്ടണെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ താഴെ കൊണ്ടുവെക്കുന്നു. ഓക്കെ, ഇതൊരു കൺസ്ട്രെയിൻറ്റ് ലേഔട്ട് ആയതുകൊണ്ട് ഇതിന് പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് ചെയ്തിരിക്കണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ബോട്ടത്തിലേക്ക് കണക്ട് ചെയ്തു ഇതിനെ. അപ്പോഴേക്കും ഞാനതിനെ ജസ്റ്റ് കണക്ട് ചെയ്തു. ഈ ബട്ടണിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഷോ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഷോ എന്ന് പറയുന്ന ഒരു നെയിം ഞാൻ അതിന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് റീഫാക്ടർ ചോദിച്ചു, എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോഴേക്കും ബട്ടണിലെ മുകളിൽ എന്തെങ്കിലും എഴുതി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ വരിക, എന്നിട്ട് അവിടെ നൽകുക ഷോ എന്ന് ഷോ. ഓക്കെ, കൂൾ. അപ്പോൾ ഞാനിത് ഡിസൈൻ ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു, ഇതിനെയും റെഫർ ചെയ്യണം. ഏതാണ്, ഇനി എൻ്റെ ബട്ടനെ റെഫർ ചെയ്യാം. ഞാൻ ബട്ടൺ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഫൈൻഡ് വ്യൂ ബൈ ID. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഫൈൻഡ് വ്യൂ ബൈ ID. അതിനുശേഷം ടൈപ്പ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ബട്ടൺ. അതിനുശേഷം .id ബട്ടൺ ഷോ. ഓക്കെ, അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തു. ഇനി എന്താണ്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ പേര് അവിടെ ഡിസ്പ്ലേ ആകണം. ഓക്കെ, അതാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യുന്നു, ബട്ടൺ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. ഓക്കെ, ഇതിൽ കമാൻഡ് B + ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു വ്യൂ ഡോട്ട് ക്ലാസ് എന്ന് പറയുന്നതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ്. ഓക്കെ, ഇതിനുള്ളിൽ ഞാൻ എന്ത് നൽകിയാലും എന്തായിരിക്കും സംഭവിക്കുന്നത്, എൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം അതെല്ലാം എനിക്ക് ഇതിൽ നൽകാൻ സാധിക്കും. ബട്ടൺ ഡോട്ട് ഓൺ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണറിൽ നൽകാനായിട്ട് സാധിക്കും. ഇനി എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, അതായത് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണം അല്ലേ. ടെക്സ്റ്റ് എന്ന് നൽകുന്നു ഈക്വൽസ് എന്ത് ചെയ്യുന്നു, അതായത് ഈ ടെക്സ്റ്റ് ഏതാണ്, ഇതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആയിരിക്കും അത് കോൾ ചെയ്യുക. ഓക്കെ, അത് ഓർത്തിരിക്കുക. അത് ടെക്സ്റ്റ് വ്യൂ ഡോട്ട് ക്ലാസ്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ബോധരാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നൽകുന്നു. ഓക്കെ, നമുക്കിവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് നൽകുകയും ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് നൽകുന്നു ഹലോ നിഖിൻ. അപ്പോൾ ഞാനവിടെ ഹലോ നിഖിൻ എന്ന് പറഞ്ഞ് നൽകിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ Pixel 2 with Pi എന്ന് പറയുന്ന എമുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റൺ ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഷോ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് വ്യൂ ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് ഹലോ നിഖിൻ എന്ന് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ടെക്സ്റ്റ് സൈസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുകയാണ്. അതിനായിട്ട് നിങ്ങൾ ഈ ലേഔട്ടിൽ വരിക, അതിനുശേഷം കോഡിൽ വരിക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് വ്യൂ ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത ശേഷം നൽകുക ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഞാനൊരു 24 SP നൽകുന്നു. ഓക്കെ, SP DPI പറ്റിയൊക്കെ നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ DPI പറ്റി SP പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് നൽകി. അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് ഒന്നും കൂടെ റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിപ്പമേറിയ അക്ഷരങ്ങളിൽ നമുക്കിവിടെ ഹലോ ജാക്ക് എന്ന് കാണാൻ സാധിക്കും. ഞാൻ ഷോ ബട്ടനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഹലോ നിഖിൻ എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കോട്ട്ലിൻ്റെ അകത്ത് നമുക്ക് വളരെ വേഗം ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ജാവയെക്കാട്ടിലും കുറച്ചുകൂടെ ഈസി ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മളിവിടെ ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ ഇതിനെ ഓരോന്നിനെ റെഫർ ചെയ്തു അല്ലേ, ഓരോന്നിനെ റെഫർ ചെയ്തു. അതുപോലെ തന്നെ ബട്ടണെ റെഫർ ചെയ്തു. ആ ബട്ടണിനെ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ നൽകിയിട്ട് അതിലേക്ക് ഞാൻ ഒരു ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എൻ്റെ നെയിം നൽകി അല്ലേ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവൻറ്റ് ട്രിഗർ ചെയ്യുന്നു. ആ ട്രിഗർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം റിമൂവ് ചെയ്യുന്നു. അതായത് നമുക്ക് ഈ ബട്ടണെയും അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് വ്യൂവിനെയൊക്കെ റെഫർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും മോഡേൺ വേ, അതായത് മോഡേൺ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിലുള്ള MADക്കകത്ത് വരുന്ന ജെറ്റ്പാക്കിൻ്റെ ഭാഗമായ വ്യൂ ബൈൻഡിങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യൂ ബൈൻഡിങ് ആയിരിക്കും. വ്യൂ ബൈൻഡിങ് ഉപയോഗിച്ച് നമുക്ക് ഈ കൗണ്ടർ ആപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ബിഗിനിങ് ആണിത് അല്ലേ. ഈ ആപ്ലിക്കേഷൻ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ.